ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളുകളായിട്ട്, അതായത് നാട്ടിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു ഫാമിലി ഡെൻറ്റിസ്ട്രിയുടെ ഫ്രണ്ട് സൈഡ്, അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ പറയാറുണ്ട് ബൈബിൾ ഹില്ലാണ് നമ്മൾ താമസിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഫാമിലി ഡെൻറ്റിസ്ട്രിയുടെ പേര് തന്നെ ബൈബിൾ ഹിൽ ഫാമിലി ഡെൻറ്റിസ്ട്രി എന്നാണ്. ഇവിടുത്തെ പ്രത്യേകത, നമ്മുടെ രണ്ട് മലയാളി സുഹൃത്തുക്കൾ, അവർ ഡെന്റിസ്റ്റ്, അവർ രണ്ടുപേരും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ സംസാരിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് കേരളത്തിൽ നമ്മൾ എത്തിയ പോലെ തന്നെ ഈ ഒരു ബൈബിൾ ഹിൽ ഫാമിലി ഡെന്റിസ്ട്രിയിൽ പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നാളെ ഒരു ദിവസം പറഞ്ഞ ഡോളർ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് ഹ്യൂജ് കളക്ഷൻ ഡെയിലി യൂസിങ് മെറ്റീരിയൽസ്, എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓരോ സാധനങ്ങളും യുണീക്കാണ്. നമ്മൾ അങ്ങനെ ഡെന്റിസ്ട്രിയിൽ പോയത് നമ്മൾ വിന്റർ സമയത്താണ്. നാട്ടിൽ പോകുന്നതിനൊക്കെ മുമ്പാണ് നമ്മൾ പോയത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഡോക്ടേഴ്സ് ദമ്പതികൾ ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. പിന്നെ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക ഒരു അടുപ്പും ഇവരോട് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ മലയാളം സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു ഡെന്റിസ്ട്രി. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ ഡെന്റിസ്ട്രിയിൽ പോയ ഓർമ്മകളൊക്കെ ആയിട്ട് വീഡിയോ കുറേ മാസങ്ങളായി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ഫോണിൽ. അപ്പം ഇന്നാണ് നമുക്ക് അതിന് അവസരം കിട്ടിയത്. ജൂലൈ 1 കാനഡ ഡേയുടെ അന്നാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഈ സ്പെഷ്യൽ ഡേയുടെ പരേഡ് കാണാനായിട്ട് നമ്മൾ റെഡ് കളർ കാനഡ ഡേ ടീഷർട്ടൊക്കെ ഇട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് തന്നെ ഞാനിവിടെ ഓർത്തു ഈ ഒരു വീഡിയോയെ കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ദിവസമാണ്, കാരണം നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ അവസരമില്ലല്ലോ. അത് മാത്രമല്ല, എനിക്ക് ഓ കാനഡ എന്ന സോങ് കേൾക്കുമ്പോൾ ജനഗണമന, നമ്മുടെ ജനഗണമന തന്നെ കേൾക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ നാഷണൽ ആന്തും ഇതുപോലെ സെയിം ഫീല് തരുന്ന, ഹൃദയത്തിൽ നൊമ്പരം ഉണർത്തുന്ന ഗാനങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെയാണെങ്കിൽ ഈ ഗാനം നെഞ്ചിൽ കൈവച്ചാണ് പാടുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ അറ്റൻഷനായിട്ട് നിന്നാണ് നമ്മൾ പാടുക. നമുക്ക് ഒരുപാട് ഇമോഷണൽ ഫീലിങ്സ് തരുന്ന ഗാനങ്ങളാണ് രണ്ടും. ഒരു തരത്തിൽ പറഞ്ഞാൽ കാനഡയും നമ്മുടെ ഇന്ത്യയെ പോലെയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കാരണം ഒരുപാട് ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്ത ഒരു രാജ്യമാണ് കാനഡ. മനസ്സെപ്പോഴും ഇന്ത്യയിലേക്ക് പോകാൻ കൊതിക്കുമെങ്കിലും ജോലി ചെയ്ത് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവസരം തന്ന കാനഡയോട് വളരെ നന്ദിയും സ്നേഹവുമാണ്. വൈകിയാണെങ്കിലും ഹാപ്പി കാനഡ ഡേ ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഇന്ത്യൻസ്. Can I come back? Guys, we can walk across the road.